നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിക്കുന്നത് താൽക്കാലികമായെങ്കിലും മാറ്റി. ബാലറ്റ് പേപ്പറിന്റെ സംവിധാനം എത്രത്തോളം ആധികാരികമാണെന്ന് മനസ്സിലാക്കണം എന്ന അഭിപ്രായവുമായാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പുതിയ ഹർജി AICC നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയും ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ ഇത് സമർപ്പിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഒട്ടുമുഖ്യ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വൻ അട്ടിമറിയാണ് EVMയിലൂടെ നടത്തുന്നത്. അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആണ്. BJPക്ക് അധികാരം നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളഞ്ഞ വഴി ഉപയോഗിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ BJP നേതൃത്വം സെലക്ട് ചെയ്തുകൊണ്ട് ആ പ്രോസസ്സിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പോലും പങ്കെടുപ്പിക്കാത്തത് ശുദ്ധ മര്യാദകേടല്ലേ എന്ന് ഹർജിയിൽ വ്യക്തമാക്കിക്കൊണ്ടുള്ള സമർപ്പണമാണ്. നമുക്കറിയാം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ന്യായമായും ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പിൽ, അതായത് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിനെ കൂടി പാനൽ അംഗമാക്കിയാൽ എന്ത് ഭവിഷ്യത്താണ് BJPക്ക് സംഭവിക്കുക? BJPക്ക് ഭൂരിപക്ഷം നഷ്ടമാകും. പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി കൃത്യമായി ഒരു നടപടിയെടുത്താൽ 3/2 വോട്ടും BJPക്ക് പ്രതികൂലമാവുകയും പ്രധാനമന്ത്രിയുടെ വോട്ട് അത് പവർ ഇല്ലാതാവുകയും പ്രധാനമന്ത്രി ഇളിഭ്യനാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായെ കൂടി പാനലിൽ ഉൾപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി അത് വളരെ വ്യക്തമായി സുപ്രീം കോടതിയെ ധരിപ്പിച്ചതാണ്. ഇതിൻ്റെ നിർണായക വിധിയുമായി ബന്ധപ്പെട്ട കാര്യം നീണ്ട അവധിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവിടെ ചീഫ് ജസ്റ്റിസിനേക്കാൾ മറ്റുള്ള ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സാഹചര്യം വരെ നമ്മൾ VR ഗവായി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായിരുന്ന സമയത്തും എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പാനൽ അംഗത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആരാഞ്ഞതാണ്. അന്ന് സൂര്യകാന്ത് എടുത്ത ഒരു നടപടിയുണ്ട്. സൂര്യകാന്ത് പറഞ്ഞത് ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം അത് കൃത്യമായും പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന സാഹചര്യം കൂടിയാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ വാക്ക് കേൾക്കാൻ തയ്യാറായില്ല. ഇത് ഒരു നീണ്ട അധ്യായമാണ്. ഇതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ട സാഹചര്യമാണ്. എന്നാൽ മറ്റ് സുപ്രധാന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയം താൽക്കാലികമായി മാറ്റിവെക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴിതാ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുമ്പോൾ അദ്ദേഹം വീണ്ടും ഈ വിഷയം പൊടിതട്ടിയെടുക്കുകയാണ്. അത് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. BJPയുടെ മെഷീനറി സംവിധാനം, അതായത് ഗൂഢലക്ഷ്യങ്ങൾ ഓരോന്നായി ചീഫ് ജസ്റ്റിസ് തന്നെ പൊടിച്ചെടുക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന മാതൃകയിലാണ് സൂര്യകാന്തിൻ്റെ പല രീതിയിലുള്ള നടപടിക്രമങ്ങളും. എങ്ങനെയാണോ സംഘപരിവാർ നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായി ആക്രമിക്കാൻ ശ്രമിച്ചത്, അതേ പാതയിലേക്ക് സൂര്യകാന്തിനെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്നും രാജ്യത്ത് ദളിത് നേതാക്കൾക്കെതിരെ BJPക്കുള്ള അവരുടെ അസ്വസ്ഥത, പ്രത്യേകിച്ചും അംബേദ്കർ നയങ്ങളോടുള്ള അവരുടെ അസ്വസ്ഥത അത് പൊടിച്ചു തികട്ടി വന്നത് BR ഗവായി അധ്യക്ഷനായിരുന്നപ്പോഴാണെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്.